ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. മനസാക്ഷിയെ ഞെട്ടിച്ച ദുരന്തങ്ങളുടെ ശേഷിപ്പുകൾ വീണ്ടും പട്ടാമ്പിയിലെ സ്ക്രാപ്പ് വ്യാപാര കേന്ദ്രത്തിലേക്ക് എത്തി. കോയമ്പത്തൂർ അവിനാശിയിൽ 19 പേരുടെ മരണത്തിനിടയാക്കിയ KSRTC ബസ്സാണ് സ്ക്രാപ്പ് കേന്ദ്രത്തിൽ എത്തിച്ചത്. മുൻപ് കരിപ്പൂർ ദുരന്തത്തിലെ വിമാനം പൊളിച്ചതും പട്ടാമ്പിയിലായിരുന്നു. സംസ്ഥാനത്തെ ഞെട്ടിച്ച കോയമ്പത്തൂർ അവിനാശി ബസ് അപകടത്തിൽ 19 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തമിഴ്നാട് തിരുപ്പൂരിലെ അവിനാശിയിൽ KSRTC ബസ് കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം. ഈ ബസ്സാണ് ഇപ്പോൾ പട്ടാമ്പിയിൽ എത്തിച്ച് പൊളിക്കുന്നത്. ഡിവൈഡറിൽ ഇടിച്ച് ലോറിയിൽ നിന്ന് റോഡിലേക്ക് വീണ കണ്ടെയ്നറിലേക്ക് KSRTC ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ബസിന്റെ വലതുഭാഗത്തിരുന്ന ഡ്രൈവറും കണ്ടക്ടർ ഉൾപ്പെടെ 19 പേരുമാണ് മരിച്ചത്. അപകടത്തിൽ ഒറ്റപ്പാലം തിരുവേഗപ്പുര സ്വദേശികളും മരിച്ചു. 2020 ഫെബ്രുവരി 20-നായിരുന്നു അപകടം. 6 വർഷത്തിന് ശേഷമാണ് സ്ക്രാപ്പിലെത്തിക്കുന്നത്. എടപ്പാൾ ഡിപ്പോയിൽ നിന്ന് പട്ടാമ്പി വാടനാംകുറിശ്ശിയിലെ കാജ, കരീം, നവാസ് എന്നിവരാണ് ലേലത്തിൽ ബസ്സുകൾ എടുത്തത്. ഈ ബസ്സിന് പുറമെ വേറെയും KSRTC ബസ്സുകൾ സ്ക്രാപ്പിനായി എത്തിച്ചിട്ടുണ്ട്. നേരത്തെ 21 പേരുടെ മരണത്തിനിടയാക്കിയ കരിപ്പൂർ വിമാന ദുരന്തത്തിലെ എയർ ഇന്ത്യ വിമാനവും പട്ടാമ്പി ഓങ്ങല്ലൂരിലെ സ്ക്രാപ്പ് വ്യാപാര കേന്ദ്രത്തിലെത്തിച്ചാണ് പൊളിച്ചത്. ബസ് പൂർണ്ണമായും പൊളിക്കുന്നതോടെ മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത മറ്റൊരു ദുരന്ത ചരിത്രത്തിന്റെ ബാക്കി പത്രം കൂടെ ഓർമ്മയാകും. അല്ല, അത് നമ്മള് KSRTC ലേലത്തിലെടുത്ത് സ്ക്രാപ്പ് ചെയ്യുന്ന പരിപാടി. എത്ര ഉണ്ട്? ഇത് ഇപ്പോ 8 ഇനി വരാണ്ട്, സാധനം വരാണ്ട്, വണ്ടികൾ വരാണ്ട്. ഇത് ഓൺലൈൻ ലേലാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ ലേലത്തിലെടുക്കും, അങ്ങനെ പൊളിക്കും, നമ്മളിങ്ങനെ കയറ്റി അയക്കുന്ന പരിപാടി. എങ്ങനത്തെ ബസ്സാണ് വരുന്നത്? അതിങ്ങനെ വോൾവോ, മറ്റേ സാധാ ഇങ്ങനത്തെ മറ്റേ സ്കാനിയ ഇതുപോലത്തെ സാധാ ബസ്സുകളൊക്കെ അങ്ങനെ ലെവലിലേക്ക് കയറി. വലിയൊരു അപകടത്തിന്റെ ഒരു ബസ് വന്നിട്ടുണ്ട് ഇവിടെ. 10-21 ആൾക്കാർ മരിച്ച സംഭവം. അത് നമ്മള് തമിഴ്നാട്ടിൽ ബോട്ടിൽ വെച്ച് അങ്ങനെ സംഭവിച്ചതാണ്. ഒരു 23 ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. ആ വണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾ ലേലത്തിലെടുത്തിട്ടുണ്ട്. അത് അവിടെ കിടക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവും. വരുമ്പോ തന്നെ കാണുന്നതാ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.